Hello everyone, welcome to my channel Sruthi's Maths Tutorial. ഇന്ന് നമുക്ക് എന്താണ് പഠിക്കാൻ പോകുന്നത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ 4.1 അതായത് ഫസ്റ്റ് എക്സസൈസിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം അത് നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകളിൽ നമ്മളത് സോൾവ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ എക്സാമ്പിളൊക്കെ ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഈ എക്സസൈസ് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പം എക്സസൈസ് എന്താണ് 4.1. അതിൽ എക്സസൈസ് വരുന്നത് ചെക്ക് വെദർ ദ ഫോളോയിങ് ആർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അപ്പോൾ അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് എന്തത്, എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 2 ഇൻറ്റു ബ്രാക്കറ്റിലാണ് x-3. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഇവിടെ എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, യൂസിങ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആണ് യൂസ് ചെയ്യുന്നത്. കാരണം ഇവിടെ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ആണുള്ളത്. ഈക്വൽ ടു എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab ആണ്. അപ്പോൾ ഇവിടെ അതുപോലെ ചെയ്യുന്നത് നമുക്ക് എന്ത് കിട്ടും, എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം, എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 ഈക്വൽ ടു ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2x മൈനസ് 6 എന്ന് വരും. ഇതിനെല്ലാം കൂടെ ഒരു സൈഡിലേക്ക് ആക്കുമ്പോൾ എന്ത് വരും, എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 മൈനസ് 2x പ്ലസ് 6 ഈക്വൽ ടു 0 എന്നത്. അതായത് ഈ -2xന് ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ -2x മൈനസ് 6ന് ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ പ്ലസ് 6 അത് ഈക്വൽ ടു 0 എന്ന് വന്നു. അപ്പോൾ ഇതിനെ മാറ്റി ഇതാക്കുമ്പോൾ 2x ഇവിടെ -2x പ്ലസ് 2x ഉള്ള, അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 7 എന്നാണ് വരുന്നത്. എക്സ് സ്ക്വയർ പ്ലസ് 7 ഈക്വൽ ടു 0. അതായത് എക്സ് സ്ക്വയർ പ്ലസ് 0x പ്ലസ് 7 ഈക്വൽ ടു 0. കാരണം ബീൻ്റെ ടേം 0 ആണ്, ബീൻ്റെ ടേം ഇല്ല, അപ്പം ബി ഈക്വൽ ടു 0 ആണ്. അപ്പം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ, അതായത് നമ്മൾ കമ്പയർ വിത്ത് സ്റ്റാൻഡേർഡ് ഫോം, സ്റ്റാൻഡേർഡ് ക്വാഡ്രാറ്റിക് ഫോം എന്താണ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്താണ്, അത് കമ്പയർ വിത്ത് സ്റ്റാൻഡേർഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഈസ് ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0 ആണ്. ഹിയർ എന്താണ്, ഹിയർ എക്സ് സ്ക്വയർ പ്ലസ് 0x പ്ലസ് 7 ഈക്വൽ ടു 0. അതായത് എക്സ് സ്ക്വയർ പ്ലസ് 7 ഈക്വൽ ടു 0x എന്ന് എഴുതണ്ട, ഞങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി എഴുതിയതാണ്, ഈക്വൽ ടു 0. അപ്പോൾ ഹിയർ എന്താണ്, വിച്ച് ഇംപ്ലൈസ് എ ഈസ് ഈക്വൽ ടു 1 ആൻഡ് ബി ഈസ് ഈക്വൽ ടു 0 ആൻഡ് സി ഈസ് ഈക്വൽ ടു 7. അപ്പോൾ ഇതെന്താണ്, therefore it is a quadratic equation. എന്തുകൊണ്ടാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്, ഇതിനെ നമുക്ക് സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതാൻ പറ്റുന്നുണ്ട്. ക്വാഡ്രാറ്റിക് ഇതിൻ്റെ അകത്ത് ഡിഗ്രി 2 അതായത് എക്സ് സ്ക്വയറിൻ്റെ ടേം ഉണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഈ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് രണ്ടാമത്തെന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് 2x ഈക്വൽ ടു -2 ഇൻറ്റു 3 മൈനസ് എക്സ് ആണ്. അപ്പോൾ ഇതിനെ മാറ്റി എഴുതുമ്പം എക്സ് സ്ക്വയർ മൈനസ് 2x ഈക്വൽ ടു -2 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ -6 പ്ലസ് 2x എന്ന് വന്നു. അപ്പോൾ ഇതിനെല്ലാം കൂടെ ഒരുമിച്ച് എഴുതുമ്പം എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 2x ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ ഇത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ -2x -6 ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് 6 ഈക്വൽ ടു എന്ന് വരും 0 വന്നു. അപ്പോൾ ഇതിനെ മാറ്റി എഴുതുമ്പം എക്സ് സ്ക്വയർ -2x -4x പ്ലസ് 6 ഈക്വൽ ടു 0. അപ്പോൾ എന്ത് കിട്ടി, ഇതും എന്താണ്, ക്വാഡ്രാറ്റിക് ഫോമാണ്. അപ്പോൾ ഇറ്റ് ഈസ് ദ ഫോം എന്താണ്, ഇറ്റ് ഈസ് ദ ഫോം ഓഫ് എന്താണ്, ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടും ഹിയർ, അപ്പോൾ a ഈസ് ഈക്വൽ ടു എന്താണ്, a ഈസ് ഈക്വൽ ടു 1, b ഈസ് ഈക്വൽ ടു എന്താണ്, ഇവിടെ b ഈസ് ഈക്വൽ ടു -4 ആൻഡ് c ഈസ് ഈക്വൽ ടു പ്ലസ് 6. അപ്പോൾ എന്താണ്, therefore it is a എന്താണ്, ഇറ്റ് ഈസ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അപ്പോൾ അതും കഴിഞ്ഞ് ഇനി നമുക്ക്
മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? x minus 2 into x plus 1 equal to x minus 1 into x plus 3 എന്നാണ്. അപ്പോൾ ഇതിനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ അതായത് എക്സ് ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ അതായത് ഇതും ആക്കുമ്പോൾ എക്സ് സ്ക്വയർ പിന്നെന്താണ് എക്സ് ഇൻറ്റു 1 പ്ലസ് എക്സ് പിന്നെ 2 കൊണ്ട് ഇതിനെ വീണ്ടും ആക്കുമ്പോൾ മൈനസ് 2x മൈനസ് 2 ഈക്വൽ ടു ഇതുപോലെ ആക്കുമ്പം എക്സ് സ്ക്വയർ പ്ലസ് 3x മൈനസ് എക്സ് മൈനസ് 3 എന്ന് തോന്നും. അപ്പോൾ ഇത് മാറ്റി എഴുതുമ്പം എക്സ് സ്ക്വയർ എന്താണ് എക്സ് മൈനസ് 2x എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ എക്സ് എന്നത് അല്ല എക്സ് മൈനസ് 2 ഈക്വൽ ടു ഇതിനെ മാറ്റി എഴുതുമ്പം എക്സ് സ്ക്വയർ പിന്നെ 3x എന്ന് നോക്കുമ്പോൾ പ്ലസ് 2x മൈനസ് 3. അപ്പോൾ ഇതിനെല്ലാം കൂടെ ഒരുമിച്ച് ഒരു ടേമിലേക്ക് ആക്കുമ്പം എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 2 ഇതിന് ഇപ്പുറത്തേക്ക് കൊണ്ടൊരു മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 3 ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ എന്താണ് മൈനസും പ്ലസും അത് പോയി ക്യാൻസലായി. അപ്പോൾ മൈനസ് എക്സും മൈനസ് 2x ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താ മൈനസ് 3x എന്നതാ പ്ലസ് 1 ഈക്വൽ ടു 0 എന്നാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഹയസ്റ്റ് പവർ എന്താണ്? സിൻസ് ഇറ്റ്സ് ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് എന്താണ്? ഹയസ്റ്റ് പവർ ഈസ് 1 നോട്ട് 2. സോ എന്താണ്? അപ്പോൾ ഇത് നമുക്കിതിനെ ക്വാഡ്രാറ്റിക് ഫോമിൽ എഴുതാൻ പറ്റുമോ? ഇറ്റ് ഈസ് നോട്ട് ഇൻ ദ ഫോം ഓഫ് എന്താണ്? ഇൻ ദ ഫോം ഓഫ് ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0. അപ്പോൾ എന്താണ്? ഹെൻസ് നമുക്ക് എന്താ പറയുക? ഇറ്റ് ഈസ് നോട്ട് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. കിട്ടിയില്ലേ? ഇനി നമ്മൾ അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് എഴുതാൻ പോകുന്നത്. നാലാമത്തേൽ എന്താ പറയുന്നത്? എക്സ് മൈനസ് 3 ഇൻറ്റു 2x പ്ലസ് 1 ഈക്വൽ ടു എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 5. അപ്പോൾ ഇതും ഇതുപോലെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് ഇൻറ്റു 2x എന്ന് പറയുമ്പോൾ 2x സ്ക്വയർ പ്ലസ് എക്സ് പിന്നെ മൈനസ് 3 കൊണ്ട് ഇതിനെ നോക്കുമ്പോൾ മൈനസ് 6x പിന്നെ മൈനസ് 3 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ മൈനസ് 3 ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 5x. അപ്പോൾ ഇതിനെല്ലാം കൂടെ ഒരു ഇതിലേക്ക് മാറ്റുമ്പോൾ 2x സ്ക്വയർ. അപ്പോൾ ഇവിടെ ഒന്നുകൂടി ആക്കുമ്പോൾ പ്ലസ് എക്സും മൈനസ് 6 ഉണ്ട്. അപ്പോൾ 2x സ്ക്വയർ മൈനസ് 5x എന്ന് വരും. മൈനസ് 3 ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 5x. അപ്പോൾ ഇതിനെ ഒരുമിച്ച് ഒരു ടേമിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് എന്താ 2x സ്ക്വയർ മൈനസ് 5x മൈനസ് 3 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 5x ഈക്വൽ ടു 0. അപ്പം ഇതിനെ മാറ്റുമ്പോൾ 2x സ്ക്വയറും ഒരു എക്സ് സ്ക്വയർ ഉണ്ട്. അത് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്താ എക്സ് സ്ക്വയർ മൈനസ് 5x മൈനസ് 5x അപ്പം മൈനസ് 10x. പിന്നെ എന്താണ് കോൺസ്റ്റൻ്റ് ആവും ഒന്നേ ഉള്ളൂ മൈനസ് 3 ഈക്വൽ ടു 0 എന്ന് എഴുതി. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് എഴുതാം? സിൻസ് ദ ഇക്വേഷൻ ഈസ് ഓഫ് ദ ഫോം എന്താണ്? സിൻസ് ദ ഇക്വേഷൻ ഈസ് ഓഫ് ദ ഫോം എന്താണ്? ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0 ആണ്. വേറെ എന്താണ്? വേറെ a ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? അവിടെ 1 ആണുള്ളത്, കോയിഫിഷ്യൻറ്റ് 1. b ഈസ് ഈക്വൽ ടു മൈനസ് 10 c ഈസ് ഈക്വൽ ടു മൈനസ് 3 എന്ന് കിട്ടി. അപ്പോൾ അതെന്താണ്? ഹെൻസ് ഇറ്റ് ഈസ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അപ്പോൾ 4 ക്വസ്റ്റ്യനാണ് ഞാൻ ഇതിൽ എഴുതി. അടുത്ത 4 ക്വസ്റ്റ്യൻ ഞാൻ അടുത്ത വീഡിയോയിലിടാം. പിന്നെ എല്ലാം കൂടെ ആകുമ്പോൾ ലെങ്ത്ത് കൂടും, നിങ്ങൾക്ക് കണ്ടിരിക്കുമ്പോൾ ഭയങ്കര മടുപ്പ് തോന്നും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാൻ അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള നെക്സ്റ്റ് 4 ക്വസ്റ്റ്യൻ ഇടാം. അത് നമുക്ക് എങ്ങനെയാണ് ചെയ്ത് നോക്കുന്നത്. ഇത് നിങ്ങൾ നോക്കിയിട്ട് സ്വന്തമായിട്ട് ആദ്യം ക്വസ്റ്റ്യൻ കണ്ടൊന്ന് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ ഞാൻ വളരെ സിമ്പിളാണ്, ഈസിയാണ്, ഫുൾ മാർക്ക് വാങ്ങിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.